ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഏറ്റവും മികച്ച ഒരു സ്മാർട്ട് വാച്ച് ആണെന്ന് എൻ്റെ കയ്യിൽ കിടക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 5 പ്രോ. വാച്ച് 5ഉം കയ്യിലുണ്ട്. ഈ ഒരു ഇവൻറ്റ് സാംസങ്ങിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അൺപാക്ക് ഇവൻറ്റ് കണ്ടപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ വാച്ച് 5 പ്രോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ ഞാനത് സംഘടിപ്പിച്ച് അതിൻ്റെ യൂസ്ഡ് റിവ്യൂവും കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമോ വേണ്ടയോ, വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതൊന്നും വിഷയമല്ല. ഇത്തരം പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക, എത്രത്തോളം നന്നായിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത്. സോ ഗാലക്സി വാച്ച് 5 പ്രോ എങ്ങനെയുണ്ട്, അതേപോലെ 5ഉം കൂടെ വന്നിരിക്കുന്ന 5നെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സോ അപ്പോൾ നമ്മൾ ഈ രണ്ട് വാച്ചുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈ വാച്ചിൻ്റെ ബോക്സിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് അതിനകത്തെ കാര്യങ്ങൾ, അതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബോക്സ് കിട്ടുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കാമല്ലോ. സോ അപ്പോൾ ഈ കാണുന്നതാണ് ഗാലക്സി വാച്ച് 5 പ്രോ എന്ന വാച്ചിൻ്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ സ്ട്രാപ്പ് അടക്കം വാച്ച് നല്ല ഒരു ബോൾഡ് ലുക്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കത് കയ്യിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം വാച്ചിൻ്റെ ഒരു ക്ലോസ് റേഞ്ചിലുള്ള ലുക്ക്. കൂടുതൽ പറയാം അതിനു മുമ്പ് ഇതിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു ചാർജിങ് കേബിൾ വെച്ചിട്ടുണ്ട്, അതേപോലെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. വാച്ച് 5 പ്രോ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഇവൻ്റെ ലുക്ക്? നിങ്ങൾ ക്ലോസ് റേഞ്ചിൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ഞാൻ ആ ഒരു ഇവൻറ്റിലെ മൊത്തത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് പറഞ്ഞത് ഇതിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കയ്യിൽ കിട്ടുമ്പോഴും എനിക്ക് ആ ഒരു ഫീലുണ്ട്. ഞാനിത് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴായാലും നടക്കുമ്പോഴായാലും പുറത്തായാലും എവിടെയായാലും എനിക്കൊരു നല്ല വാച്ച്, ഒരു നല്ല പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് അപ്പുറത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് നന്നായിട്ടുണ്ട്, നല്ല ലുക്കുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവർ കാണുമ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. സോ ഒരു നല്ല ലുക്ക്, ഒരു ബോൾഡ് ലുക്ക് ഈ ഒരു വാച്ചിനുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും നിങ്ങളുടെ ഒരു മൈൻഡും അനുസരിച്ച് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഗാലക്സി വാച്ച് 5ഉം നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് സെയിം വാച്ച് 5 പ്രോ പോലെ തന്നെയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ സ്ട്രാപ്പ് അടക്കം വാച്ചിരിക്കുന്നുണ്ട്, പിന്നെ കേബിളുണ്ട്, അതേപോലെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ബോക്സിലും വരുന്നത്. സോ വാച്ച് 5ഉം നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് റേഞ്ചിൽ കാണാം. കണ്ടോ എങ്ങനെയുണ്ട്? നമ്മുടെ വാച്ച് 4 നോക്കിയാൽ ബാറ്ററി ലൈഫ് പോലുള്ള കാര്യങ്ങളിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓവറോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഇത് ഞാൻ തുടക്കത്തിൽ അന്ന് ഇതിൻ്റെ ലോഞ്ച് ഇവൻ്റ് കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം. പക്ഷെ നന്നായിട്ടുണ്ട്, ഒട്ടും തന്നെ മോശം പറയാനില്ല. നല്ല പ്രീമിയം ലുക്കുള്ളത് തന്നെയാണ് വാച്ച് 5ഉം. വാച്ച് 5 പ്രോ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. വാച്ച് 5ഉം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു തരാം. ഈ ഒരു വാച്ചിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. അതായത് ഇത് ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കേസിങ് മൊത്തം ടൈറ്റാനിയമാണ്. അതായത് നല്ല സ്ട്രോങ് ആയ മെറ്റീരിയലാണ്. പെട്ടെന്ന് താഴെ വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ച് ആവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പെട്ടാലോ ഒന്നും സ്ക്രാച്ച് ആവുന്ന പ്രശ്നമൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ്. ബോഡി ടൈറ്റാനിയമാണ്. ഗ്ലാസ് സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. അതായത് നല്ല സ്ട്രോങ് ആയ ഗ്ലാസ് ആണ്. ഒപ്പം തന്നെ IP68 വാട്ടർ റെസിസ്റ്റന്റ്, 5 ATM വാട്ടർ റെസിസ്റ്റന്റ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ചാലും വെള്ളത്തിൽ മുങ്ങിയാലും ഒന്നും ഇതിൽ വെള്ളം കയറി നശിക്കുന്നുള്ള പേടി വേണ്ട. ഞാനവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നന്നായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റി, കംഫർട്ടബിൾ ആയ നല്ല സ്ട്രാപ്പാണ്. ഇത് ഡീബക്കിളാണ്. 5 പ്രോയിൽ വരുന്നത് ഡീബക്കിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. നമ്മളിത് ഇങ്ങനെ എടുത്ത് സിമ്പിളായിട്ട് വിട്ടാൽ മാഗ്നറ്റിക് ആണ്, ഒട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോളും. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കൈയുടെ അളവിനാക്കിക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്താൽ കയ്യിൽ ഇതുപോലെ വൃത്തിയായിട്ട് കിടക്കും. ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ കയ്യിൽ കിടക്കുമ്പോഴൊരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, നല്ല ഡീസൻറ്റ് ലുക്കായിട്ടുണ്ട്. സ്ട്രാപ്പൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. വേറെ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വലിപ്പമുള്ള വാച്ചാണ് 5 പ്രോ. കംഫർട്ടബിളായ ചെറിയ വാച്ചാണ് വേണ്ടതെങ്കിൽ 5ലേക്ക് നോക്കാം. പിന്നെ ഇതിൽ ടൈറ്റാനിയം അല്ല കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയമാണ്. ആർമർ അലുമിനിയം കേസാണ് വരുന്നത്. സോ ടൈറ്റാനിയം വരുന്നത് പ്രോ വേരിയൻറ്റിലാണ്. നിങ്ങൾക്ക് ആ ഒരു ടോപ്പ് ബോൾഡ് ലുക്ക് വേണമെങ്കിൽ പ്രോയിലേക്ക് നോക്കാം. നല്ല കംഫർട്ടബിളായ ഒതുങ്ങിയ ലുക്കാണ് വേണ്ടതെങ്കിൽ 5ലേക്ക് നോക്കാം. ഡിസ്പ്ലേ രണ്ടും ഫുൾ കളർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ടും നല്ല ഒന്നാം തരം ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒരു വ്യത്യാസമില്ല. ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ് കിട്ടുന്നത്. ഒരു കാര്യം ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നിങ്ങളവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മുമ്പത്തെ വേർഷനുകളിലൊക്കെ ഒരു ഡയലർ, നമുക്ക് ചുറ്റും കറക്കാൻ പറ്റുന്ന ഒരു ഡയലർ ഉണ്ടായിരുന്നു. ഇതിലതില്ല. പകരം ഇതിൽ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഡിജിറ്റൽ വീൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. മുമ്പ് ഒരു ക്രൗൺ ആയിരുന്നു, നമുക്ക് തിരിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു. അത് വെച്ച് തിരിച്ചുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ ഏകദേശം അതേ ഫീല് തന്നെ കിട്ടുന്നുണ്ട്. ബട്ട് ഡിജിറ്റൽ ആണ്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. കാണാൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ലുക്കായിട്ടുണ്ട്. പിന്നെ ടൈറ്റാനിയം വരുന്ന ഈ പ്രോ വേരിയൻറ്റ് വന്നിട്ട് 2 കളറിലാണ്. ഈ ഗ്രേയും ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ കളർ ഓപ്ഷനുകൾ 5ൽ അവൈലബിൾ ആണ്. 4 കളറുണ്ട്. ഒന്ന് ഈ കാണുന്ന പിങ്ക്, പിന്നെ ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്, ഗ്രാഫൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി സെലക്ട് ചെയ്യാം. കൂടുതൽ ഓപ്ഷൻസ് 5ലാണ്. ഇതിൽ 2 കളറേ വരുന്നുള്ളൂ. രണ്ടും ഒരു റഫ് ആൻഡ് ടഫ് ലുക്കിലുള്ള കളറുകളാണ്. സോ ലുക്ക്, സ്ട്രെങ്ത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നല്ല ഡിസ്പ്ലേയും ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ലൈഫാണ്.
ബാറ്ററി ഇതുപോലത്തെ ഒരു ഫുൾ പവറിലുള്ള ഒരു വാച്ച്. നോർമലി ചെറുകിട വാച്ചുകളുടെ കാര്യമല്ല പറയുന്നത്. ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായ ഏറ്റവും അധികം ഫീച്ചേഴ്സ് ഉള്ള വാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പ് ലിസ്റ്റിൽ പെടുന്ന ഒരു വാച്ചാണിത്. ഇത്തരം ഒരു വാച്ചിൽ നോർമലി ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് ഒക്കെ കിട്ടുന്നത് തന്നെ കഷ്ടമാണ്. പക്ഷേ ഈ വാച്ചിൽ 2 ദിവസത്തെ ബാറ്ററി ലൈഫ് ഉറപ്പായിട്ട് കിട്ടും. 2 day ബാറ്ററി ലൈഫ് കൺഫേം ആണ്. ഇത് കിട്ടി തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ഞാൻ മാക്സിമം യൂസ് ചെയ്തതിന് ശേഷം ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 57% ബാറ്ററി ഒരു 24 hours നേരത്തോട് നേരം ഉപയോഗിച്ചതിന് ശേഷം 57% ബാറ്ററി ലൈഫ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഈ സെയിം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർക്ക് അതേപോലെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടെന്ന്. ഇന്ന് ഈ ഒരു നിമിഷത്തിൽ എത്തുമ്പോഴും ഒരു 5-6 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് അതേപോലത്തെ ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. സോ 2 ദിവസത്തിൽ കൂടുതൽ 2 days കൂടുതൽ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വാച്ച് തരും. നല്ല ബാറ്ററി ലൈഫ് ഉള്ള ഒരു വാച്ചാണ്. കൃത്യമായ ബാറ്ററി സൈസ് നോക്കിക്കഴിഞ്ഞാൽ 590 mAh ബാറ്ററിയാണ് ഈ പ്രോ വേരിയന്റ് ഇരിക്കുന്നത്. ഇതിനകത്ത് വാച്ച് 5ന്റെ 2 വേരിയന്റ് വരുന്നുണ്ട്. 44 mm 40 mm വരുന്നുണ്ട്. 40-ലാണെങ്കിൽ 284 mAh ബാറ്ററിയാണ്, 44-ലാണെങ്കിൽ 410 mAh ബാറ്ററിയാണ്. സോ ബാറ്ററി ലൈഫ് ഇതിലിത്തിരി കുറവായിരിക്കും, ബട്ട് ഇത് ടോപ്പ് ആയിരിക്കും. പിന്നെ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ S22 Ultra ഉണ്ട്. അത് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. അതിൻ്റെ പുറകിലോട്ട് ഈ ഒരു വാച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജ് ആവുന്നത്. സോ അങ്ങനെയും ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്തെടുക്കാം. വയർലെസ് ചാർജിങ്ങും എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ്ങിൻ്റെയും ബാറ്ററിയുടെയും ഭാഗത്ത് പക്ക ഒരു ഗ്രേറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ വാച്ചിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റീസ്, അതായത് എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള റണ്ണിങ്, വാക്കിംഗ് അങ്ങനെയുള്ള എക്സസൈസുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വഴി കൂടെ വേണമെങ്കിലും ഈസി ആയിട്ട് പോകാം. അതതിൻ്റെ ഏറ്റവും വലിയ കൺവീനിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഈ ഒരു വാച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മളിങ്ങനെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈസായിട്ട് അങ്ങ് ഓടി പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം, എവിടേക്കാണ് ഏത് വഴി കൂടെ കാടിൻ്റെ ഉള്ളിൽ കൂടെയും പോകാം. ടേൺ ബൈ ടേൺ നാവിഗേഷനോടെ നമുക്ക് തിരിച്ചു വരാനും സാധിക്കും. അതായത് നമ്മൾ ഒരു പോയിന്റിലെത്തി നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് കണ്ടോ, ഈ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് സ്റ്റാർട്ട് കൊടുത്താൽ തിരിച്ച് നമ്മൾ ഏത് വഴിക്കാണോ വന്നത് ആ വഴിക്ക് തന്നെ പോകുന്ന ട്രാക്ക് ബാക്ക് സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ടേൺ ബൈ ടേൺ നാവിഗേഷനിൽ തന്നെ കാണിച്ചു തരും. ഡിസ്റ്റൻസ് ഒക്കെ ഏറെക്കുറെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. സോ ആ കാര്യത്തിലൊക്കെ ഇത് പക്കയാണ്. വർക്കൗട്ടിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. റെം സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്, അതേപോലെ തന്നെ O2 സാച്ചുറേഷൻ ലെവൽ, ബോഡി കോമ്പോസിഷൻ ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ ഫുൾ സെറ്റായിട്ട് ചെയ്യാം. ബോഡി കോമ്പോസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് കൺഫ്യൂഷൻ ആവണ്ട. നമ്മുടെ ബോഡിയുടെ ഫാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ലെവലാണ്. അത് അളക്കാനും വളരെ ഈസിയാണ്. നമ്മൾ ഈ വാച്ച് കയ്യിലോട്ട് കൃത്യമായിട്ട് കെട്ടുക. അതിനുശേഷം ജസ്റ്റ് മെഷർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബോഡി കോമ്പോസിഷൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ട് മെഷർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ നടുവിലത്തെ 2 വിരലുകൾ എടുത്തിട്ട് നമ്മൾ ആ 2 ബട്ടണിലായിട്ട് തൊട്ട് പിടിച്ചാൽ മതി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം പെർസെൻറ്റേജ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്ത് കറക്റ്റായിട്ട് വന്ന് അതിൻ്റെ ഒരു ലെവലും കാര്യങ്ങളും കാണും. ഫാറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലെവൽ തിരിച്ചവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ നമ്മൾ നോക്കി വെക്കുക. പിന്നീട് നമ്മൾ ദിവസങ്ങളോടത് ഉപയോഗിക്കുക. അതിന് ശേഷം വീണ്ടും നമുക്ക് ബോഡി കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ ബോഡി കോമ്പോസിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വുമൻസ് ഹെൽത്ത് പോലുള്ള കാര്യങ്ങളടക്കം എല്ലാം ഇതിനകത്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഹെൽത്തിൻ്റെ മേഖലയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 വാച്ചിലും 1.5 GB റാമാണ് വരുന്നത്. 16 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 2 വാച്ചിലും സെയിം ആണ്. ആ കാര്യത്തിലൊക്കെ പെർഫോമൻസ് ഒക്കെ പക്ക സെയിം ആണ്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ലാഗും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ സ്മൂത്താണ്. അതേപോലെ ഇതിൻ്റെ നാവിഗേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2ലും സെയിം ആണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് വേറെ തിരിച്ച് പറയുന്നില്ല. ടോപ്പിൽ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പവർ ബട്ടൺ, പവറിൻ്റെ ഐക്കൺ കാണാം, സൗണ്ടിൻ്റെ ഐക്കൺ, ബ്രൈറ്റ്നസ്, പവർ സേവിംഗ് മോഡ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് കൺട്രോൾ സെൻറ്ററാണ് മുകൾ സൈഡിൽ കാണുന്നത്. ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ നോട്ടിഫിക്കേഷനുകളായിരിക്കും കാണാൻ സാധിക്കുക. റൈറ്റിലാണെങ്കിൽ ടൈലുകളാണ്. ഞാനിവിടെ കോൺടാക്റ്റ്, അതേപോലെ തന്നെ മ്യൂസിക് പ്ലെയറിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഗാലക്സി ബഡ്സിൻ്റെ എൻ്റെ ഇയർബഡിൻ്റെ കൺട്രോൾ, പിന്നെ അങ്ങോട്ട് എക്സസൈസിൻ്റെ പരമായ എല്ലാ കാര്യങ്ങളും, ഹെൽത്ത് പരമായ കാര്യങ്ങളാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ. സോ അങ്ങനെ നിങ്ങൾക്ക് ടൈലുകളായിട്ട് എല്ലാം ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് താഴെ നിന്ന് മുകളിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കാണാം ആപ്പ് ഡ്രോയാണ്. ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ ആപ്പുകളും നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. Spotify പോലുള്ള ആപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നൈസായിട്ട് ഉപയോഗിക്കാം, ഇഷ്യൂ ഇല്ല. അതല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് നിങ്ങൾക്ക് ഇവിടെ നൈസായിട്ട് യൂസ് ചെയ്യാം. പ്ലേലിസ്റ്റ് അടക്കം തിരിച്ചുകൊണ്ട് നമുക്കെല്ലാം കൃത്യമായിട്ട് കാണാം. അതുപോലെ ഗൂഗിൾ കീപ്പ് വേണമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് ഓൺ ചെയ്ത് വെക്കാം, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ നോട്ട് ടൈപ്പ് ചെയ്യാം. അതിന് നമുക്ക് QWERTY കീബോർഡ് തന്നെ അവൈലബിൾ ആണ്. നോർമൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വിടാം, അല്ലെങ്കിൽ QWERTY കീബോർഡ് തന്നെ ഉപയോഗിക്കാം. മതി. ഈ G ബോർഡ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വാച്ചിനകത്ത് G ബോർഡ്, നമ്മുടെ ഗൂഗിളിൻ്റെ G ബോർഡ് ഇൻസ്റ്റാൾ ചെയ്താൽ Wear OS ആണ്. അതുകൊണ്ട് ഒരുപാട് ഗൂഗിളിൻ്റെ അപ്ലിക്കേഷനുകൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും.
സോ നമുക്ക് ഇതിനകത്ത് ഇത്തരം കൊട്ടി കീബോർഡൊക്കെ ഇട്ടുകൊണ്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഗ്ലൈഡ് ടൈപ്പിംഗ് ആ സംഭവമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നൈസായിട്ട് ചെയ്യാം. സോ ഇങ്ങനെ നോട്ട് അതുപോലെ ടൈപ്പിംഗ് കൊട്ടി കീബോർഡിൻ്റെ സപ്പോർട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വോയിസ് അസിസ്റ്റൻ്റ് അടക്കം ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്യും. ഹായ് ഹലോ, ഹൗ ആർ യു? Set a timer for 5 minutes. I'll start a timer for 5 minutes. Call my wife. Calling wife mobile. One UI വാച്ച് 4.5 ആണ് വരുന്നത്. വളരെ സ്മൂത്തായ നാവിഗേഷനാണ്. 2 വാച്ചിലും ഒരു ഇഷ്യൂസും ഇല്ല. സോ ഓവറോൾ യൂസർ എക്സ്പീരിയൻസും ഗംഭീരമായിട്ടുണ്ട്. സോ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് പോരായ്മകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വാച്ചിനകത്ത് കുറ്റം പറയാനായിട്ട് ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. എന്തെങ്കിലും കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഒരു കുറ്റമായിട്ട് പറയുകയാണെങ്കിൽ എടുത്ത് പറയാനൊരു കാര്യം വേണമെങ്കിൽ ഉള്ളത് ഇതാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് 45,000 രൂപ കൊടുത്ത് ഇതൊക്കെ വാങ്ങിക്കാമെന്ന് പറയുന്നത് ഇത്തിരി വില കൂടുതലല്ലേ എന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതൊരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് കരുതാം. എന്തായാലും അതാണ് അതിൻ്റെ വില. വാങ്ങിക്കണമെങ്കിൽ അതിനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് വില കുറവുണ്ട്, 30,000 രൂപ താഴെ വരുന്നുള്ളൂ. ഓഫറിൽ 27,000 രൂപയ്ക്ക് വരെ കിട്ടും. സോ അതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ബ്രാൻഡിൻ്റെ ഇത്രയും പവർഫുള്ളായ വാച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. കംപ്ലൈൻറ്റ് വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നന്നായിരുന്നു, എല്ലാ മേഖലകളും നന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ മുമ്പ് ഗാലക്സി വാച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.